അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളലുകൾ വീണതായി വ്യക്തമാക്കുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര തലത്തിൽ പുറത്തുവരുന്നത്. ഗാസയുടെ ഭാവി ഭരണക്രമത്തെയും സൈനിക സാന്നിധ്യത്തെയും സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം ഇപ്പോൾ പരസ്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന അടുത്ത പങ്കാളിത്തത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കുറിക്കുന്ന തരത്തിലാണ് പുതിയ വികാസങ്ങൾ വളരുന്നത്. ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും അദ്ദേഹത്തിന്റെ മരുമകനുമായ ജാറഡ് കുഷ്നർ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കടുത്ത സംഭാഷണങ്ങളാണ് മേഖലയിലെ രാഷ്ട്രീയ വടംവലികളെ പരസ്യമാക്കിയത്. US തയ്യാറാക്കിയ ഗാസ റോഡ് മാപ്പിനെ നെതന്യാഹു കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയും നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതാണ് കുഷ്നറെ ചൊടിപ്പിച്ചത്. ഇസ്രയേലിലെ പ്രമുഖ വാർത്താ ചാനലായ ചാനൽ 14 പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇരു നേതാക്കളും തമ്മിൽ നിരവധി തവണ രൂക്ഷമായ തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുകയുണ്ടായി. ഈ ഉന്നതതല ചർച്ചകൾക്കിടയിൽ കുഷ്നർ നെതന്യാഹുവിന് നേരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ സ്വയം മുന്നോട്ട് വെച്ച ആശയങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു തടസ്സമായി മാറിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാക്കുകളാണ് കുഷ്നർ നെതന്യാഹുവിനോട് നേരിട്ട് പറഞ്ഞത്. സമാധാന നീക്കങ്ങൾക്കും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പ്ലാനുകൾക്കും തിരിച്ചടിയാകുന്ന നിലപാടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി കൈക്കൊള്ളുന്നതെന്ന കടുത്ത അമർഷമാണ് US ഭരണകൂടത്തിനുള്ളത്. ഗാസയിലെ യുദ്ധാനന്തര ഭാവി ഏതു വിധത്തിൽ ക്രമീകരിക്കണമെന്നതിനെ ചൊല്ലിയാണ് പ്രധാനമായും തർക്കം ഉടലെടുത്തത്. അമേരിക്ക തയ്യാറാക്കിയ പുതിയ ഗാസ പ്ലാനിൽ മേഖലയിലെ സൈനിക പിന്മാറ്റവും പ്രദേശത്തിന്റെ ഭരണ നിയന്ത്രണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വ്യവസ്ഥകളുമുണ്ട്. ഇസ്രയേലിന്റെ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാനും മേഖലയിൽ പുതിയൊരു രാഷ്ട്രീയ ക്രമം കെട്ടിപ്പടുക്കാനുമാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ വ്യവസ്ഥകളോടൊന്നും അനുകൂലമായി പ്രതികരിക്കാൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ വലതുപക്ഷ സർക്കാരും തയ്യാറല്ല. ഹമാസിനെ പൂർണ്ണമായും ആയുധ നിരോധനം നടത്തുകയും അവരുടെ സൈനിക ശേഷി അടിയറവ് പറയിക്കുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള സൈനിക പിന്മാറ്റവും സാധ്യമല്ലെന്നാണ് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നത്. ഹമാസിന്റെ പൂർണ്ണമായ അന്ത്യം കുറിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ നയതന്ത്ര ചർച്ചകൾക്കോ ഇടമില്ലെന്ന നിലപാടിൽ നെതന്യാഹു കടുംപിടുത്തം തുടരുകയാണ്. ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് ഗാസയിൽ പൂർണ്ണമായ സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്നും തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെടാതെ US പ്ലാൻ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി കടുത്ത ഭാഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മധ്യപൗരസ്ത്യ ദേശത്ത് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും പ്രാദേശിക സഖ്യകക്ഷികളെ ഒന്നിപ്പിച്ചു നിർത്താനും ഈ റോഡ് മാപ്പ് അത്യാവശ്യമാണ്. ഗാസയിലെ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ താൽപര്യങ്ങൾക്ക് കടുത്ത തടസ്സമായി മാറിയിരിക്കുന്നത് നെതന്യാഹുവിന്റെ കടുംപിടുത്തമാണ്. സ്വയം മുന്നോട്ട് വെച്ച പല സുരക്ഷാ ആശയങ്ങളെയും നെതന്യാഹു തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായതായി വാഷിംഗ്ടൺ കരുതുന്നു. ഇസ്രയേലിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ തർക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഗാസയിലെ ഒരു തരത്തിലുള്ള സൈനിക പിന്മാറ്റത്തെയും പിന്തുണയ്ക്കുന്നില്ല. അത്തരമൊരു നീക്കമുണ്ടായാൽ ഭരണകൂടം തകരുമെന്ന ഭീഷണി നെതന്യാഹു നേരിടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി നെതന്യാഹുവും ട്രംപും തമ്മിൽ പുലർത്തിയിരുന്ന ഊഷ്മളമായ വ്യക്തിബന്ധത്തിനും ഈ പുതിയ സംഭവം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇരുവരും കാണിച്ചിരുന്ന രാഷ്ട്രീയ ഐക്യദാർഢ്യം ഇപ്പോൾ ഇല്ലാതായി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്നത്. US ഇസ്രയേലിന് നൽകി വരുന്ന പരമ്പരാഗത സൈനിക രാഷ്ട്രീയ പിന്തുണയ്ക്കുമേൽ ഈ ഭിന്നത പുതിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച പദ്ധതി നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ ഇസ്രയേലിന് കടുത്ത പ്രയാസമായിരിക്കും. ഗാസയുടെ ഭാവി ഭരണക്രമത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ സമാധാന പദ്ധതിക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളാൻ അറബ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഈ എതിർപ്പ് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു.
ചാനൽ 14 പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിനകത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തി. അമേരിക്കയുമായുള്ള ബന്ധം തകരാറിലാകുന്നത് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതേസമയം US ഉദ്യോഗസ്ഥരും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും തമ്മിൽ വരും ദിവസങ്ങളിൽ കൂടുതലും ചർച്ചകൾ നടന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും അടിസ്ഥാനപരമായ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഇരുവിഭാഗവും തയ്യാറാകാത്ത പക്ഷം ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം സാധ്യമാകില്ല. ഗാസ വിഷയത്തിലെ ഭിന്നത അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്. ട്രംപിന്റെ ഗാസ പദ്ധതിയോടുള്ള നെതന്യാഹുവിന്റെ കടുത്ത എതിർപ്പും ജാരഡ് കുഷ്നറുടെ രൂക്ഷമായ മുന്നറിയിപ്പും വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഏതു രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഈ വടംവലി ഗാസയിലെ ഭാവി നീക്കങ്ങളെയും യുദ്ധാനന്തര സമാധാന ശ്രമങ്ങളെയും കാര്യമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്.